हाय गाइस अस्सलाम वालेकुम സബാ ഖൈർ കേവൽ ഹാൽ ഷഖ്ബാർ തമാം എന്താ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എന്താണ് ഇന്നത്തെ സബ്ജക്റ്റ് നമ്മളിപ്പോൾ മുമ്പത്തെ വിഷയങ്ങളിലൊക്കെ വ്യാപാരിമാരെയൊക്കെ നോക്കണം മറ്റുള്ളവരെ നോക്കണം ഇതൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ പറയാൻ ഒന്ന് ഡിലേ ആയൊരു വിഷയമുണ്ട് മക്കളെ സംരക്ഷിക്കണം അവനാൻ്റെ മക്കളെ ചേർത്ത് പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മക്കൾക്ക് മക്കളുടേതായ കുറേ പരിഗണനകൾ കൊടുക്കേണ്ടതുണ്ട് ചെറുപ്പം മുതൽ തന്നെ അവരെ താലോലിച്ച് ചെറുപ്പത്തിൽ വളർത്തി ഒരു വയസ്സാകുമ്പോൾ ഉപദേശിക്കാനും പഠിപ്പിക്കാനും മര്യാദക്കേട് കാണിച്ചാൽ അതിനെ അടിക്കാനും ശാസിക്കാനും ഒക്കെ വാപ്പാർക്കും അധികാരമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാപ്പിയമ്മയും അധികാരം ഉപയോഗിച്ചുകൊണ്ട് മക്കൾ തെറ്റായ രീതിയിലൂടെ പോകാതിരിക്കാൻ നമ്മൾ ഈ എല്ലായ്പ്പോഴും പ്രാർത്ഥന ചെയ്യുന്നതാണ് നമ്മളുടെ മക്കളെ പിശാചുക്കളെ തൊട്ട് കാക്കണേ, ശത്രുക്കളെ തൊട്ട് കാക്കണേ എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. അവനവൻ്റെ മക്കളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ ചേർത്ത് പിടിക്കുക. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ കാലം വളരെ പിഴവാട്ടോ. അവർ തെറ്റായ രീതിയിലൂടെ പോകാതിരിക്കാൻ നമ്മളെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് വളർത്തണം, മക്കളെ സംരക്ഷിക്കണം. അതൊരു പ്രഥമ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള ഒരു ബന്ധം എപ്പോഴും ഊഷ്മളാക്കണം. മക്കളായിട്ടുള്ള ഒരു സ്നേഹം നമ്മളവരോട് ചേർന്ന് നിൽക്കണം. എന്നാലുള്ളൂ ഇന്നത്തെ കാലം ഞാൻ പറഞ്ഞല്ലോ വളരെ വിഷമകരമായ അവസ്ഥകളിലൂടെയാണ് കടന്നത്. അപ്പോൾ നമ്മളിൽ നിന്ന് ആർക്കും അതിൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിലുള്ള പ്രയാസങ്ങൾ ആരെ സംബന്ധിച്ചുണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പം അത് നമ്മൾ കെയർ ചെയ്യണം എന്ന് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഇപ്പോൾ ജീവിതത്തിലെല്ലാം ചെയ്യുന്നതാണ്, എങ്കിലും ചെയ്യാത്ത ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ. എന്തേലും ആയിക്കോട്ടെ, ഓര് സ്കൂൾക്ക് വരുന്നു, അവർ ജീവിക്കുന്നു, അവരെന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ചു കൊടുക്കുന്നു. ചിലർ അത്ര മൈൻഡ് ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പം അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ മാറ്റി ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളോട് പറയാനുള്ളത്. അതിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആകെയുള്ളൊരു ഏറി വന്നാൽ കിട്ടുന്ന ഒരു 3-4 ഏറി 5 മിനിറ്റ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോ ആരും കാണില്ല. അതെന്താ ഇപ്പോൾ വരുന്ന് പറയണായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ചെറിയ ഷോർട്ട് വീഡിയോകളിലൂടെ ജനങ്ങൾക്കൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഒരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അല്ലാതെ നമ്മളൊരു വലിയൊരു പ്രാസംഗികനോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു മതപാണ്ഡിത്യമോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും നമുക്കില്ല. നമ്മൾ ജീവിച്ച് പോകുമ്പോൾ നമ്മളിൽ വരുന്ന ഈ ഒരു കാര്യങ്ങൾ അത് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് ഇതിലെ ലക്ഷ്യം. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഒക്കെ വേണം. നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി നമ്മളോട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ലതിന് ആശംസിക്കുന്നു. താങ്ക് യു.